സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നാണ് അങ്ങ് വാദിക്കുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. നൂറുകണക്കിന് ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. സുഹൃത്തെ, കാപ്പ കേസ് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഭരിക്കുന്ന നേതൃത്വം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കാപ്പ കേസിൽ പെടുത്തണോ വേണ്ടെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. അതിന് ഒരുപാട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. സുഗതനെ കാപ്പ കേസിൽ പെടുത്തിയിട്ടുള്ള രേഖ അങ്ങയുടെ കയ്യിലുണ്ടോ? കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തുന്നതിന് മുൻപ് പാലിക്കേണ്ട ഫോർമാലിറ്റീസ്, നടപടിക്രമങ്ങൾ പാലിച്ചതിന്റെ രേഖ ആദ്യത്തെ കയ്യിലുണ്ടോ? കാണിക്കും. അതിനുശേഷം ഞാൻ അതിന് മറുപടി പറയാം. അതെല്ലാം തെളിയിക്കപ്പെടേണ്ട കോടതിയല്ലേ സുഹൃത്തെ. ഇപ്പൊ ക്രിമിനൽ കേസിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയുള്ള ക്രിമിനൽ കേസ് എന്തായിരുന്നു? ഇന്ന് കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ക്രിമിനൽ കേസ് ഇല്ലേ? എനിക്കില്ലേ ക്രിമിനൽ കേസ്? ഞാൻ ജയിലിൽ കിടന്നിട്ടില്ലേ? എന്ന് വെച്ചിട്ട് അവരെയൊക്കെ സുഗതൻ സമരത്തിന്റെ ഭാഗമായിട്ട് എത്ര സമരം ചെയ്തിട്ടുണ്ട്? ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, പോലീസിനെ ഞാൻ മർദ്ദിച്ചെന്ന് പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട് എനിക്കെതിരെ. കൗതുക ലേശം കൂടുതലാണ്. സുഗതൻ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വട്ടിയൂർക്കാവ് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നതാണോ പൊതുജനം പറയുന്നതാണോ ശരി? സുഗതൻ നിരവധി വർഷം കൊണ്ട് CPM മാത്രം ജയിച്ചുകൊണ്ടിരുന്ന വാർഡിൽ നിന്നും ജയിച്ചത് ജനങ്ങൾക്ക് രാഷ്ട്രീയ വിവേചനമുള്ള ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ ജനങ്ങളെ തെരഞ്ഞെടുത്തത്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഈ കാപ്പ കേസ് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഇപ്പൊ പോയി ചോദിക്കണം. സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ പുറത്ത് കാണിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ കാപ്പ കേസിൽ പെടുത്തുന്നതിന് മുമ്പ് നടത്തിയ നടപടിക്രമങ്ങളുടെ രേഖകൾ പുറത്തു കാണിക്കണം. ഒരു ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് വഹിച്ചു കൊടുക്കാനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ വഹിച്ചു കൊടുക്കാനാണ് നിയമവും. അതല്ല ഉദ്ദേശം. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആളാണ് എന്ന് ഈ മറ്റേ കേസുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കേസാണല്ലോ. VV രാജേഷിന്റെ കേസ് എന്താണെന്ന് നമുക്കറിയാം. ചോദിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് മേയർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കൊലക്കേസിൽ ഒരാൾ പ്രതിയായാൽ അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നോ അല്ലെന്നാണ് അങ്ങയുടെ വ്യാഖ്യാനം. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നതാണോ എന്റെ രീതി? അതിൽ ചോദിച്ചാൽ ഞാൻ തിരിച്ച് അതിനോട് ചോദിക്കുന്നു. കൊലക്കേസിൽ ഒരു വ്യക്തി പ്രതിയായാൽ അത് ക്രിമിനൽ സംഭവമാണോ അല്ലയോ? അതിൽ മറുപടി പറയാം. എന്നിട്ട് ഞാൻ പറയാം. മൈക്കോണെ അതിൽ അങ്ങോട്ട് പിടിച്ചു പറയണം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഇപ്പൊ എനിക്കെതിരെയും അതേ കേസുകളൊക്കെ ഉണ്ട്. അതിൽ പല ഏതൊക്കെ സെക്ഷനാണെന്ന് എനിക്കറിയില്ല. കോടതി പ്രൂവ് ചെയ്യുന്നത് വരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കില്ല. കോടതി പ്രൂവ് ചെയ്യണം. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിച്ചല്ലോ. കൊലക്കേസിൽ ഒരു വ്യക്തി പ്രതിയായി കഴിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് പറയോ ഇല്ലെന്ന് പറയൂ? പറഞ്ഞ ഞാൻ പറയട്ടെ. അതിലെന്ത് പറയും? ഒന്നും പറയില്ല. അപ്പൊ ഞാൻ ഉത്തരം പറയാറുന്ന അത് പ്രശ്നമാണ്, അതിൽ പറയാറുന്ന പ്രശ്നമില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറയരുതേ. അത് ജനാധിപത്യ ഭൂഷണമാണോ? നിങ്ങൾക്ക് പറയാതിരിക്കാം. അല്ലല്ല, ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒരു മാധ്യമപ്രവർത്തകനെ V മുരളീധരൻജി സംസ്ഥാന BJP പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും പാളയം LMS കോമ്പൗണ്ടിൽ വെച്ച് മർദ്ദിച്ചു. അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ അന്ന് LMS കോമ്പൗണ്ടിൽ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ വന്നിരുന്ന ആളാണ്. നമ്മളൊക്കെ കൂടി വൈകുന്നേരം അവിടെ റോഡ് ഉപരോധിച്ചു. ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ആ കേസിൽ പ്രതിയാണ്. നിങ്ങൾക്കതേ സീരിയസ് ഒഫൻസ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ക്രിമിനൽസ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? കോടതി സുഗതനെ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ കോടതി കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കട്ടെ, അപ്പലേറ്റ് കോടതി ശിക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് വിധി എഴുതാം. കൊലക്കേസ് പ്രതികളായിരുന്നവർ കേരളം ഭരിച്ചിട്ടില്ലേ? ഇല്ലെന്ന് പറയാമോ?